ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുള്ളൂ. ബിഗ് ബോസ് കണ്ട ചരിത്രത്തിലെ ഏറ്റവും വൃത്തിയായിട്ടൊരു എപ്പിസോഡായിട്ട് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡ് പറയാം. കാരണം ഒരു പെൺകുട്ടീനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിചാരണ ചെയ്യുന്ന തരത്തിലുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ. അതൊന്നും ഒരിക്കലും അനുകൂലിക്കാൻ പറ്റാത്തൊരിത്. അനുവിൻ്റെ സദാചാരം എന്ന് തന്നെ പറയാം. ആ ഒരു പ്രവൃത്തി ഒട്ടി യോജിക്കാത്തത് തന്നെയായിരുന്നു. മാത്രമല്ല അനുവിനെ സപ്പോർട്ട് ചെയ്ത് ജിഷിനും ഇപ്പോൾ വന്ന വയൽക്കാടായിട്ട് മസ്താനിയൊക്കെ പറയുന്നുണ്ട് ഇത്ര വലിയൊരു തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ തമ്മിൽ അങ്ങനത്തെ കിസ് ചെയ്തെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് പ്രോബ്ലം ആവേണ്ട കാര്യമില്ല. ഏതായാലും ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ലൈവ് കണ്ടിട്ട് കാണുന്നൊരു പ്രേക്ഷകയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെന്നറിയില്ല. അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ അടി ഉണ്ടായിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ അനീഷിൻ്റെ പിറകെ ജിഷിൻ ചെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് മസ്താനിയും ജിഷിനും ഒക്കെ ചേർന്ന് അനീഷിൻ്റെ പേഴ്സണൽ കാര്യം എന്തോ പറയാൻ പോകുമ്പോൾ അനീഷ് ഈ 5 വയൽക്കാടിനെയും വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 5 പേർക്കും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യം ഇവിടെ സംസാരിച്ചോ, ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരാം, നിങ്ങൾ സംസാരിച്ചോ, ധൈര്യം ഉണ്ടെങ്കിൽ സംസാരിച്ചോ എന്നൊക്കെ അനീഷ് വെല്ലുവിളിക്കുന്നു. ഈ സമയത്ത് ജിഷിൻ പറയുന്നു, അങ്ങനത്തെ ഒന്നും വേണ്ട, നിന്നെക്കുറിച്ച് പറയാൻ വലിയ കാര്യമൊന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിൻ ഇങ്ങനെ പറയുന്നു, വെറുതെ അല്ല നിൻ്റെ ഭാര്യ കളഞ്ഞിട്ട് പോയത്. ഇത് കേൾക്കുമ്പോൾ വയൽക്കാടായ ലക്ഷ്മി പ്രതികരിക്കുന്നുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജിഷിൻ പറയും, അതേ ഞാൻ ഡിവോഴ്സ് ചെയ്യണം. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ അങ്ങേരെക്കുറിച്ച് കുറ്റം പറയും, അങ്ങേരുടെ ഭാഗത്താണോ ഭാര്യയുടെ ഭാഗത്താണോ തെറ്റെന്ന് പറയാൻ നിങ്ങൾ എങ്ങനെ അങ്ങേരെ ജഡ്ജ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജിഷിൻ ചോദിക്കും, നീ ഇന്നലെ ജഡ്ജ് ചെയ്തില്ലേ, പിന്നെ മാത്രമല്ല നീ ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൊച്ചിൻ്റെ കാര്യമൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അതേ 4 വർഷമായിട്ട് കൊച്ചിനെ കാണാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നത്, അങ്ങേരുടെ അടുത്ത് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ലക്ഷ്മിയും ജിഷിനും തമ്മിൽ പിന്നീട് കുറേ വാക്ക് തർക്കങ്ങളാവുന്നു. ഈ സമയത്ത് നമ്മൾ അക്ബർ കയറി വരുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ നടന്ന എന്ത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും സംസാരിച്ചു, പക്ഷേ പുറത്തെ പേഴ്സണൽ കാര്യം വെച്ച് ഗെയിം കളിക്കരുത്. അനീഷ് ഏട്ടൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങൾ വെച്ച് മാത്രം സംസാരിക്കുക, വെളിയിലത്തെ ഒരു കാര്യം വെച്ച് സംസാരിച്ച് ഗെയിം കളിക്കേണ്ട. ബിന്നി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെയും പറയാം, ഞങ്ങൾ ഇത്രയും നാൾ നിന്നപ്പോൾ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചല്ല, വെളിയിലത്തെ കാര്യങ്ങൾ വെച്ചല്ല ഗെയിം കളിച്ചത്, നിങ്ങളും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം അക്ബറും ബിന്നിയും ഒക്കെ. അപ്പോൾ നമ്മൾ അത് കാണുമ്പോൾ ഒരു നല്ലൊരു സന്തോഷം തോന്നുന്നു. കാരണം അത്ര പഴയ ഹൗസ് മേറ്റ്സ് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അക്ബറൊക്കെ ഈ സമയത്ത് അനുമോൾ ചെന്ന് ജിഷിനോട് പിന്നീടും പറയുന്നുണ്ട്, ഇത്രയും നാൾ അവർ വലിയ ശത്രുക്കളായിട്ട് നിൽക്കുകയായിരുന്നു, ഇപ്പോൾ ചേട്ടനെ എതിരെ ചുമ്മാ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നതാണെന്നൊക്കെ അനു എൻ്റെ ഇടയിൽ കിടന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ അനുവും ജിഷിനും മസ്താനിയൊക്കെ ചെയ്തത് വളരെ വൃത്തിയായിട്ടൊരു കാര്യമായിരുന്നു. കാരണം ആര്യനും ജിസേലും സിംഗിളായിട്ടുള്ള 2 പേരാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യും. പക്ഷേ ലൈവ് കണ്ട് ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയില്ല. മാത്രം എന്ത് ആര്യനത് പറയുകയും ചെയ്യുന്നു. ജിഷിനത് ഫിനിഷ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ആര്യം പറയുന്നുണ്ട്, പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഒരാളെ വിളിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എപ്പോഴും ആവട്ടെ, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടപ്പോൾ ഞങ്ങളെ വന്ന് വിളിക്കുമ്പോൾ ആരായാലും അതുപോലെ ആയിരിക്കും പ്രതികരിക്കുന്നത്. പിന്നീട് ജിസയിൽ ഒരു പെൺകുട്ടിയാണ്, പെട്ടെന്ന് ഒരാൾ വന്ന് വിളിക്കുമ്പോൾ ഒരു ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ അവളെ വീട്ടിൽ ആരെങ്കിലും വരണമെങ്കിൽ കതക് തുറക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിൽ ആര്യൻ്റെ ഭാഗത്താണ് നിൽക്കാവുന്നത്. ആര്യൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ അനുവിൻ്റെ അമ്മേനെ വിളിച്ചതാണ്. പക്ഷേ അനു എന്തായാലും ഇത് മുൻകൂട്ടി കരുതി പുറത്ത് പറഞ്ഞതാണ്. ഇതിന് മുമ്പൊക്കെ ലൈവിൽ ഞാൻ കണ്ടിരുന്നു, നൂറയുടെ അടുത്തൊക്കെ വീണ്ടും കൺഫേം ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി അവൻ എന്നെ കുറിച്ച് ഈ ജിസേലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞാൻ ഈ കാര്യം എടുത്ത് വിടുമെന്ന് അനു മുമ്പേ പറയുന്നുണ്ട്. സോ അമ്മയ്ക്ക് വിളിച്ചത് കൊണ്ടല്ല അനു ഈ കാര്യം പറഞ്ഞത്. ഏതായാലും അനു ചെയ്ത വളരെ വൃത്തിയായിട്ടൊരു കാര്യമായിരുന്നു. ജിഷിനും മസ്താനിയൊക്കെ അതിന് കൂട്ടുന്ന ലാലേട്ടൻ വന്നിട്ട് നല്ല രീതിയിൽ ഇതിന് ഒരിത് കൊടുക്കണം. കാരണം ഒരു സദാചാരം ആ ഒരു രീതിയിൽ ഇത് പുറത്തേക്ക് ഇതൊക്കെ വലിയ തെറ്റാണ്. ഇതൊക്കെ കേസൊക്കെ എടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. സോ ഇതുപോലെ തന്നെ ചെയ്യാൻ പാടില്ല.